ഞാനിങ്ങനെ നോക്കുവാണ്, തമിഴ്നാട് മൊത്തം ഡ്യൂഡ് സിനിമ ഇറങ്ങിയതിനു ശേഷം കംപ്ലീറ്റ് സിനിമയെ പറ്റി റോസ്റ്റ്. ரொம்ப மோசமான கலாச்சார சீரியல் இவங்க. மானங்கெட்ட படம். തമിഴിലുള്ള എല്ലാ റോസ്റ്റ് ചാനലും ഈ പടത്തെ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നോക്കുകയാണ് എന്താണ് ഈ പടത്തിൽ അതിനു വേണ്ടി റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളത് എന്ന് കരുതി OTT റിലീസ് ആയപ്പോൾ ഞാൻ ഈ പടം കണ്ടു. അപ്പോഴാണ് ചില സ്വത്ത് വിഷയങ്ങൾ എനിക്ക് ഈ സിനിമയിൽ നിന്ന് മനസ്സിലായത് എന്തുകൊണ്ടായിരിക്കും ഇവർ ഇതിനെ റോസ്റ്റ് ചെയ്യുന്നതെന്ന്. ഉദാഹരണത്തിന്, ഇത്രയും റിഗ്രസീവ് ആയിട്ട് ഈ പടത്തിൽ ഡയലോഗ് ഓടിക്കുന്ന അണ്ണ തന്നെ ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെയും പറയാറുണ്ട്. അതായത് ഈ സിനിമ ചില സമയങ്ങളിൽ നല്ലതുമാണ്, ചില സമയങ്ങളിൽ അഴുകിയ കൂഴച്ചക്കയും പോലെയാണ്. രണ്ടിന്റെ ഒരു മിക്സ് ആണ് സത്യത്തിൽ ഈ പടം. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ഡ്യൂഡ് സിനിമയെ പറ്റി കൊഞ്ചം പേസലാം. അപ്പോൾ ഈ സിനിമ ആരംഭിക്കുന്നത് ഒരു കലാപത്തിൽ നിന്നാണ്. തന്റെ എക്സിന്റെ കല്യാണത്തിന് അവിടേക്ക് കയറി ചെന്ന് താലി അറുത്തെടുക്കുന്ന ഡ്യൂഡിനെയാണ് കാണിക്കുന്നത്. എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് എന്തിനാണ് ഇവനെ തേച്ചതെന്ന് ഇവനറിയണം. ഒരു പഴത്തിന് തൊലി ഉരിയുന്ന ലാഘവത്തോടെയാണ് കഴുത്തിൽ കിട്ടിയ താലി വലിച്ചു പൊട്ടിക്കുന്നത്. അത്രയ്ക്ക് ഈസി ആയിട്ട് തെളിവ് വരൂ. അല്ല, അതിപ്പോ കുരുക്കിട്ട് കിട്ടിയ താലി ഇപ്പം തൂങ്ങിച്ചാൻ പോണ പോലെ കുരുക്കിടാൻ പറ്റില്ലല്ലോ, അത് സ്വാഭാവികമാണ്. എന്തായാലും അതോടുകൂടി അവിടെ ഒരു വലിയ കലാപം തന്നെ അങ്ങ് നടക്കുകയാണ്. പക്ഷേ ഈ താലി പൊട്ടിച്ചത് അളിനെ അറിയാതെ പറ്റിപ്പോയി ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായിപ്പോയി അബദ്ധമാണെന്ന് പറയാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ കൂടുന്ന നാട്ടുകാരെല്ലാം കൂടി അവനെ പെരുമാറി അങ്ങ് വിടുന്നുണ്ട്. ഒടുവിൽ കല്യാണം മുടക്കിയ നായകനെ പോലീസ് പിടിച്ചുകൊണ്ട് പോണ വഴി അളിയന്റെ വക ഒരു ഡയലോഗും. എടാ, ഈ ഡയലോഗ് ഒടിച്ച് നിനക്ക് ഈ ബോധം ഉണ്ടായിട്ടാണ് നീ ഇവിടെ വന്ന് ഈ കല്യാണം ഇത്ര അലമ്പാക്കിയിട്ട് അവളടുത്ത് നിന്നെ തേച്ചതിന്റെ റീസൺ ചോദിച്ചത്. എന്നടാ ഒരുമാതിരി മറ്റേടത്ത് പേച്ചറ നീ. അല്ല, അതൊക്കെ പോട്ട് ഒരു അടി നിറങ്ങി 2 മിനിറ്റ് പോലീസോടെ എത്തി. എങ്ങനെയാടേ തമിഴ്നാട്ടിലെ പോലീസൊക്കെ ഇത്രയും ഫസ്റ്റോ? ഇനി നെക്സ്റ്റ് നായികയുടെ എൻട്രി. മിനിസ്റ്ററുടെ മോളാണ് നായിക, മിനിസ്റ്റർ ശരത് കുമാർ. അങ്ങനെ നായകനെ അവിടുന്ന് തുണിയില്ലാതെ ഇറക്കിക്കൊണ്ട് പോവുകയാണ്. തുണിയില്ലെങ്കിൽ എന്താ, നല്ല മാസ് കാണിക്കാൻ വേണ്ടിയുള്ള അവസരമില്ല. ഷർട്ട് ഇടാത്തപ്പോഴാണെങ്കിലും അല്ലെങ്കിൽ മാസൊക്കെ പറഞ്ഞ് ഇറങ്ങി പോകുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ശരത് കുമാറിനെയാണ്. പോത്തിന്റെ ശരീരവും ആടിന്റെ ബുദ്ധിയുള്ള ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ ആദ്യം നമ്മൾ ഇതിൽ കാണിക്കുന്നത്. പക്ഷെ അത് തെറ്റിദ്ധാരണ മാത്രമാണ്. ഇദ്ദേഹം അങ്ങനെയുള്ള വ്യക്തിയെ അല്ല സിനിമയിൽ. വളരെ കുനീതനായ ഒരു മിനിസ്റ്റർ ആണെന്ന് കാണിക്കാൻ പുള്ളി പശുവിന്റെ പാലൊക്കെ കറക്കുന്നുണ്ട്. ഒന്നാമത് സാറിന് ബ്രെയിൻ കുറവാണ്, രണ്ടാമത് അത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ അറിയാം. പിന്നെ നമ്മുടെ നായകനാണെങ്കിൽ എല്ലാ സിനിമയിലും ഓരോ സ്റ്റൈല് വേണം. അന്ത രജനിയെ പോലെയൊക്കെ എല്ലാത്തിലും ഒരു സ്റ്റൈൽ ഐക്കണായി മാറാണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം. സ്റ്റൈൽ എന്ന് പറഞ്ഞ് പെണ്ണുങ്ങളുടെ കണ്ടടത്തിലൊക്കെ കൈ വെച്ച് അടിച്ച് മോന്ത പൊട്ടിച്ചളയും. സ്റ്റൈലും സ്വാഗും എന്നൊക്കെ പറയുന്നത് കൈ കൊണ്ടുള്ള ആക്ഷൻ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ തമിഴ്നാട്ടിലെ നായകന്മാരുടെ ഒരു ട്രേഡ് മാർക്ക് ഐറ്റമാണ്. പൂച്ചയ്ക്ക് പാല് കൊടുത്ത സ്റ്റൈല്, പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്ത സ്റ്റൈല്, എന്തിന് കക്കൂസി പോയി അത് ഓക്കെ. എനിവേ, ഇനി നായകന്റെ അമ്മ ശരത് കുമാറിന്റെ അനിയത്തിയാണ്. ചില കാരണങ്ങളാൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചല്ല. ഒരുപാട് വർഷങ്ങളായിട്ട് ഇവർ പിണങ്ങിയാണ് താമസിക്കുന്നത്. ഇനി ഇവർ രണ്ടുപേരുടെയും പണി എന്ന് പറഞ്ഞാൽ സർപ്രൈസ് കൊടുക്കലാണ്. മരണ വീട്ടിലെ സർപ്രൈസ്, ജന്മ വീട്ടിലെ സർപ്രൈസ്, കല്യാണ സർപ്രൈസ്, ദേഹണ്ണ സർപ്രൈസ്, ആദ്യ രാത്രി സർപ്രൈസ്, അവസാന രാത്രി സർപ്രൈസ്, അങ്ങനെയുള്ള പലതരം സർപ്രൈസുകൾ കൊടുക്കലാണ് ഇവരുടെ ജോലി. പിന്നെ ഞാനൊരു കാര്യം പറട്ടെ, ഇതിലെ മ്യൂസിക് അതെല്ലാം വളരെ നല്ലതാണ്. എല്ലാ പാട്ടുകളും ഇതിനകത്ത് അടിപൊളി മനോഹരമാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയിൽ ആകെ ഒറ്റ പാട്ടേ ഉള്ളൂ. ഈ ഒരു പാട്ടിന് തന്നെ പല വേരിയേഷനിൽ BGM ആയിട്ടും കിട്ടും. ഒരു സാഡ് മൊമെന്റ് ആണെങ്കിലും, ഒരു ഫാസ്റ്റ് പേസിൽ വേണ്ട മൂവ്മെന്റ് ആണെങ്കിലും, മാസ് എലമെന്റിലാണെങ്കിലും എല്ലാത്തിലും ഒരേ സോങ്ങിന്റെ പല വേരിയേഷൻസ്. 1x-ലും 2x-ലും 3x-ലും 1.5x-ലും 0x-ലും -2-ലും വരെ ഈ പാട്ടം കിട്ടിട്ട് അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. ഒരു ഉദാഹരണത്തിന്, അറിവ്, சிந்தனை, வீரம், வெற்றி, தொலைநோக்கு பார்வை, மகிழ்ச்சி, கருணை, அன்பு. അങ്ങനെ ഇരിക്കെ ഒരു മെട്രോ ട്രെയിനകത്ത് വെച്ച് ട്രെയിനിന്റെ ഫുൾ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് ട്രെയിനകത്ത് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഒരു സർപ്രൈസ് കൊടുക്കുകയാണ് നമ്മുടെ നായകന്. നായിക എന്ത് ചെയ്യുന്ന വെച്ചാൽ നായിക മുട്ടുകുത്തിയിരുന്ന് നായകനെ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യും. അതൊരു വെറൈറ്റി അല്ലേ? എല്ലാ സിനിമകളിലും നമ്മൾ കാണുന്ന നായകൻ നായികയെ പ്രപ്പോസ് ചെയ്യുന്നതിനേക്കാളും വളരെ ബെറ്റർ ആയിട്ട് ഒരു സർപ്രൈസ് എലമെന്റോട് കൂടി പ്രേക്ഷകർക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിട്ട് നായിക അവനെ അങ്ങോട്ട് കയറി പ്രപ്പോസ് ചെയ്യുകയാണ്. അതവിടെ നിൽക്കട്ടെ, എന്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ മെട്രോ ട്രെയിനകത്ത് എങ്ങനെയാണ് നിങ്ങൾ ഡെക്കറേഷൻ ചെയ്ത? സർക്കാർ ചെലവിൽ പ്രപ്പോസ് ചെയ്യാൻ എങ്ങനെ പറ്റി? അതിന് ഞൊടിയിടയിൽ ഒരു ബോഗി മൊത്തത്തിൽ വാടക എടുത്ത് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്തത്? ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. ഇനി നായിക പ്രപ്പോസ് ചെയ്യുന്ന സീൻ നോക്കിക്കോ. ശരി, ഒരു പെണ്ണ് മുട്ടുകുത്തിയിരുന്ന് പ്രപ്പോസ് ചെയ്ത് തുണ്ടുപടത്തിൽ വരുന്ന സീനാണെന്ന് എങ്ങനെയാ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന? ആരടാ ഇതിന് ഡയലോഗ് എഴുതിയത്? അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ചർച്ചിൽ പോയി മുട്ടിപ്പായി ഒരു പെണ്ണിന് പ്രാർത്ഥിക്കാൻ പറ്റില്ലല്ലോ. നീയെ കണ്ടു കഴിഞ്ഞാൽ നീ അതിനെ കുറയില്ല ഇങ്ങനെ. പക്ഷെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ ഇവൻ ഇവളടുത്ത് 0 ഫീലിംഗ്സ് ആണ് അത്ര. അതവർ ട്രെയിനിൽ നിന്ന് ഇറങ്ങി വെളിയിൽ പോയിട്ട് ഹൈവേയുടെ നടുക്ക് നിന്ന് സംസാരിക്കുകയാണ്. വേറെ എങ്ങും സ്ഥലമില്ലാത്തോണ്ടേ. പിന്നെ കരച്ചിലായി പിഴിച്ചിലായി രണ്ടുപേരും സെപ്പറേറ്റ് വഴിക്ക് പോകാൻ നിർബന്ധരാവുകയാണ്. അങ്ങനെ 6 മാസം കഴിയുകയാണ്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ നായകൻ ബൈക്കിൽ ഇങ്ങനെ
പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് റോഡ് സൈഡ് കമാൻഡോസ് വന്ന് അവരെ അറ്റാക്ക് ചെയ്യുകയാണ്. ആ അറ്റാക്കിൽ വണ്ടി ഇടിച്ച് മറിഞ്ഞു വീഴുന്ന നായകൻ തലയിടിച്ച് ബോധം പോയി മരണത്തിന്റെ അങ്ങ് അറ്റം എത്തുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന മുഖം ആരുടേതാണ്? ഓഫ്കോഴ്സ് നമ്മുടെ നായികയുടേത്. അതോടുകൂടി അവൻ ഇത്രയും നാൾ അവളുടെ ഇല്ലാത്ത പ്രേമം അങ്ങുണ്ടാവുകയാണ്. പിന്നെ എങ്ങനെയാണ് അവളെ തിരിച്ചു കൊണ്ടുവരണം, കല്യാണം കഴിയും, ഇത് തന്നെയാണ് ലക്ഷ്യം. എനിവേ ഗൈസ്, ഇതൊരു പ്രത്യേകതരം ലവ് സ്റ്റോറി ആയതുകൊണ്ട് നായകൻ നേരെ ചെന്ന് നായികയുടെ അച്ഛനടുത്ത് ചോദിക്കുകയാണ്, നിങ്ങളെ മോളെ എനിക്ക് കെട്ടിച്ചേരണം, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. ഒത്ത കേട്ടത് അവളെ കല്യാണം കഴിപ്പിക്കാൻ മുട്ടി എന്ന പോലെ അങ്ങേരങ്ങ് സമ്മതിക്കുകയാണ്. അടുത്ത വെള്ളിയാഴ്ച കല്യാണം. അങ്ങനെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് കല്യാണത്തിന്റെ തലേ ദിവസം വന്നെത്തുകയാണ്. നായകൻ വളരെ സന്തോഷത്തിൽ ആദ്യ പ്രസരത്തിൽ ഇറങ്ങിയോണ്ട് റോട്ടിൽ കണ്ടൊരു പട്ടിയെ കിസ്സടിച്ച് നേരെ പോയി അവളെ ഒരു കിസ്. ഇനിയാണ് അവിടെ വേറൊരു ടെസ്റ്റ്. നായികയ്ക്ക് ഇവന് വേണ്ടത്രേ. അവള് ഈ കല്യാണത്തിന് എങ്ങനെയും പിന്മാറാൻ പറ്റാത്തത് കൊണ്ട് മാനസിക സംഘർഷം കൊണ്ട് തൂങ്ങിച്ചവൻ വരെ പോയിരിക്കുകയാണ്. അവക്ക് ഈ 6 മാസ ഗ്യാപ്പിൽ വേറൊരുത്തിനുമായിട്ട് കട്ടപ്പഞ്ചായത്തായിരിക്കുകയാണ്. ബട്ട് കാര്യം എന്താന്ന് വെച്ചാൽ ഇവക്ക് ഇവനെ ഇഷ്ടമാണ്, ലവനെ ഇഷ്ടമാണ്. പക്ഷെ കൂടുതൽ ഇഷ്ടം ലവനെയാണ്. ഇനി ഇവിടെയാണ് തമിഴന്മാർക്ക് പ്രശ്നം. അവർക്ക് പൊണ്ടാട്ടി പ്യാറെന്നൊക്കെ പറഞ്ഞാൽ ഒന്നാണ്, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ഒരു 6 മാസം ഗ്യാപ്പിലൊന്നും ഒരിക്കലും ഒരു പയ്യനെ പ്രേമിച്ചു കഴിഞ്ഞാൽ ആ പ്രേമം പോകാനേ പാടില്ല. അങ്ങനെ പോയാൽ തെറ്റാണ്. അത് ഒരു മെയിൻ റീസൺ ആണ് സത്യം പറഞ്ഞാൽ ഈ സിനിമയെ വിമർശിക്കാനും ഈ സിനിമയെ തമിഴ്നാട്ടിൽ ട്രോളാനും. ഇപ്പൊ മലയാളത്തിന് ഒരുപാട് പേർക്ക് അത് ഇഷ്ടമല്ലാതുകൊണ്ടില്ല ഞാൻ പറഞ്ഞില്ല, ഭൂരിഭാഗം പേർക്കും ഇഷ്ടപ്പെടാതിരിക്കാൻ തന്നെയായിരിക്കും സാധ്യത. 5-6 മാസം കൊണ്ടൊക്കെ ഒരു പ്രേമം മറക്കുന്ന പെണ്ണിന്റെ പ്രേമം റിയൽ അല്ല അത്രേ. മീൻവൈൽ ഇതൊരു പയ്യൻ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അവർ പറയും ഡിപ്രഷൻ മൂലം ആ പയ്യൻ ചാവുന്നതിലും ഭേദം അവൻ വേറൊരു പെണ്ണിനെ സ്നേഹിക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കും. ബട്ട് ഒരു പെണ്ണ് ചെയ്ത് അത് ശരിയല്ല. സുഹൃത്തുക്കളെ, എന്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞോട്ടെ, മൈ പേഴ്സണൽ ഒപ്പീനിയൻ ഉള്ളി. ശുദ്ധ പ്രേമം എന്നൊരു സാധനം ഇല്ല. സാഹചര്യങ്ങൾ സമ്പർക്കങ്ങൾ മാറുമ്പോൾ പ്രേമം പരിണാമത്തിലേക്ക് പ്രവേശിക്കും. അതാണ് പരമമായ സത്യം. നമ്മുടെ മാരേജ് എന്ന് പറയുന്നത് ഒരു ആളെ മാത്രം ജീവിതകാലം നമ്മൾ എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ എന്തിനാണ് ഡിവോഴ്സ് എന്നൊരു സാധനം നമുക്ക് വെച്ചേക്കുന്നത്? ചോയ്സ് ഉള്ളതുകൊണ്ടല്ലേ. സോ എവറിബഡി ഹാസ് ദെയർ ഓൺ ചോയ്സ്. അത് അവരുടെ ലൈഫാണ്, അവരുടെ ലൈഫിൽ അവർക്ക് എന്തും തീരുമാനിക്കാം. പിന്നെ ഒരു സിനിമയിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ വിമർശനങ്ങൾ വരാം, വിമർശനങ്ങൾ വരാതിരിക്കാം. അതൊക്കെ വിമർശനത്തിന്റെ ഇനി ഇവിടെ നിന്ന് സിനിമ അങ്ങോട്ട് ആര്യ 2ലേക്ക് കൺവേർട്ട് ആവുകയാണ്. കാമുകിയെ അവളുടെ കാമുകന് കെട്ടിച്ചു കൊടുക്കാൻ നടക്കുന്ന ഒരു നായകനായി മാറുകയാണ് നമ്മുടെ നായകൻ. ഇനി ഈ കല്യാണം നിർത്തുന്നതായിട്ട് ഇവർ എന്ത് ചെയ്യും? നേരെ പോയി അച്ഛനടുത്ത് കാര്യം പറയാൻ പോകും. പുള്ളി ഭയങ്കര സൽസ്വഭാവിയും ഭയങ്കര പാവപ്പെട്ട മനുഷ്യനുമാണല്ലോ. അപ്പോഴാണ് കളി മാറുന്നത്. ബുദ്ധനെ പോലെ ഇരുന്ന് അങ്ങനെ പെട്ടെന്ന് ബാറ്റലിസ്റ്റിയെ പോലെ ആവും. പുള്ളി ഉള്ളിൽ അടക്കി വെച്ചേക്കണ ആ വെറി ഉണ്ടല്ലോ, ജാതി വെറി, അതങ്ങടുത്ത് വെളിയിലിടും. അയാൾക്ക് എല്ലാം ഓക്കെയാണ്. പക്ഷെ പയ്യൻ, അതായത് ഇവളെ കാമുകൻ ജാതി വേറെയാണെന്ന് അറിയുമ്പോഴത്തേക്കും ചീട്ടങ്ങ് മാറ്റും. ഇനി അവിടെയാണ് അവളുടെ കാമുകന്റെ എൻട്രി. ഇവൻ ഇതിലൊരു നിർഗുണൻ, നിരന്തര നിലപാടില്ലാത്തവൻ. പക്ഷെ പ്രശ്നം ഇതൊന്നുമല്ല. ഇവളെയും കൊണ്ട് അവൻ ഇവിടെ ജീവിക്കാൻ പറ്റൂല, ഇവിടെ നിന്ന് വെളിയിൽ പോകാനും പറ്റൂല. അങ്ങനെ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ള ആളല്ലേ, അങ്ങനെ പിടിച്ച് വെട്ടിക്കൊല്ലും. അത് പോരാണ്ട് ഇവൻ ഇവിടെ നിന്ന് കടത്തി ഇവർ രണ്ടുപേരും വേറൊരു നാട്ടിൽ പോകാന്ന് വെച്ചപ്പോഴത്തേക്കും ഈ മൊണ്ണയ്ക്ക് പാസ്പോർട്ട് ഇല്ലെന്നാലും ഫോറിൻ പോലാമാണ്. അപ്പം തന്നെ വല്ല പഞ്ചായത്ത് പൊട്ടക്കടത്തിലൊക്കെ ഒന്ന് താക്കാതവനേക്കാ. ഒരാളെ നിർഗുണനാക്കാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു മര്യാദയൊക്കെ വേണ്ടേ. നേരത്തെ കല്യാണം പറഞ്ഞു ഉറപ്പിച്ചേക്കണ മുഹൂർത്തി തന്നെ ഇവർ രണ്ടുപേരും കല്യാണം കഴിക്കണം. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങുമ്പോൾ അവളെ കെട്ടിക്കൊള്ളാന്ന്. എടാ തമിഴന്മാര് നിന്റെയൊക്കെ മുഖത്ത് ആസിഡ് ഒഴിക്കാത്ത ഭാഗ്യം. ആദ്യം ഒരുത്തം കല്യാണം കഴിക്കുന്നു, മറ്റവ എന്നിട്ട് സൗകര്യം പോലെ പിന്നെ വന്ന് കെട്ടിക്കൊള്ളാന്ന്. ഇവന്റെ ഭാര്യയെ ഇവൻ അവന് കെട്ടിച്ചു കൊടുക്കോ? അങ്ങനെ കെട്ടിച്ചുകൊടുത്ത ഈ പന്നിനെ ഞാൻ വെറുതെ വിടോ? ഇനി ഇവർ UK പോകാനായിട്ട് വിസ അപ്ലൈ വേണ്ടി പോവുകയാണ്. ലാഭം കാസർഗോഡൊക്കെ പോയതാ കള്ള പാസ്പോർട്ടൊക്കെ ഒപ്പിച്ച് ഇവിടെ വരും. എന്നിട്ട് വിസ അപ്ലൈ വേണ്ടി പോകുമ്പോഴാണ് അവിടെ ഒരു ട്വിസ്റ്റ്. അതിന്റെ ഇടയ്ക്ക് അവൻ വീണ്ടും സ്റ്റൈല് കാണിക്കണടാ നീ. ഇനി ട്വിസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നായിക 2 months ഗർഭരണിയാണ് അത്രേ. ഈ ഗർഭം നായകന്റേതല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. അതാരുടേതായിരിക്കും? നായികയുടെ കാമുകന്റെ ഇത്. അഫ്കോഴ്സ്. ഇനി നമ്മുടെ നായകൻ കാമുകന്റെ കൊച്ചിനെ കാമുകിയുടെ കൊച്ചിനെ അബോർഷൻ ചെയ്യാനായിട്ട് കാമുകനെ കൊണ്ട് കാമുകിയുടെ അബോർഷൻ ചെയ്യാനായിട്ട് ഇവർ രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ് ഗൈസ്. പക്ഷെ അവിടെ വെച്ചൊരു പിഞ്ചു ജീവനെ കൊല്ലാൻ മനസ്സില്ലാത്ത നായകൻ ആ കൊച്ചിനെ വളർത്താൻ തീരുമാനിക്കുകയാണ്. ഒരു വല്ലാത്ത പടം തന്നെയല്ലേ ഇത്. ലെറ്റ് മീ സേ അനദർ പെർസ്പെക്റ്റീവ്. ഈ പടം ഒരു വ്യത്യസ്ത രീതിയിലാണ് എടുത്തു വെച്ചേക്കുന്നത്. വ്യത്യസ്ത കാര്യങ്ങൾ, അതായത് നായിക പ്രപ്പോസ് ചെയ്യുമ്പോൾ നായകൻ റിജക്ട് ചെയ്യുന്നു. പിന്നീട് വേറെ നമ്മളൊന്നും കണ്ട് പരിചയമില്ലാത്ത തരത്തിലൊരു തീം ഉണ്ടാക്കുന്നു. ഇതിന് മുന്നേ ഇതുപോലത്തെ സിനിമകൾ നമ്മൾ കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഇതുപോലത്തെ സിനിമകൾ വന്നു പോയിട്ടുണ്ട്. ഉദാഹരണം വിജയുടെ തന്നെ ഷാജഹാൻ എന്ന് പറഞ്ഞ സിനിമയുണ്ട്, ആര്യ 2. ഉദാഹരണം ഞാൻ പറഞ്ഞ പോലെ ഭാര്യയെ കാമുകനുമായി ചേർക്കാൻ വേണ്ടി നടക്കുന്ന ഭർത്താവ്, കാമുകന്റെ കുട്ടിനെ വളർത്തുന്ന ഭർത്താവ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ശരിക്കും നമ്മൾ കണ്ടിട്ടുള്ള, നമ്മൾ പഠിച്ചിട്ടുള്ള, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള മാരേജ് ഫാമിലി ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു കാര്യമായത് കൊണ്ട് ഒരു പക്ഷേ അല്ല ഒരുമാതിരിപ്പെട്ട ആർക്കും ഇത് ദഹിക്കണമെന്നില്ല. എൻ്റെ കുഞ്ഞ് തന്നെ ഉണ്ടാകണമെന്ന പുരുഷന്റെ ആവശ്യം കൊണ്ട്
ഈ രതി എന്ന് പറയുന്ന വലിയ സംഭവമായിട്ട് അവർ വിചാരിക്കണം. ഇതിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇത് ഒരുപാട് ട്രോളുകൾക്ക് വിധേയമായെങ്കിലും ഈ പടം വിജയിച്ചു. ഇദ്ദേഹത്തിന്റെ 3 സിനിമകളും വിജയിച്ചു. ബട്ട് ഐ അഗ്രി, ഈ സിനിമയിലെ എല്ലാ വശങ്ങളും എല്ലാ കാര്യങ്ങളും എനിക്കും ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പല കാര്യങ്ങളും, പല അഡൾട്ട് ജോക്സും പല പ്രസ്താവനകളും ഈ സിനിമയിൽ എനിക്കും ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ഈ സിനിമയിൽ നല്ലതുമാണ്. എന്തായാലും ഈ അടുത്ത നാൾ കണ്ട മനോഹരമായ ഒരു CG അല്ലാത്ത കൊച്ചാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് CG വിട്ട കൊച്ചു തന്നെ. ഇത് കണ്ടിട്ട് CG ആണെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇത് CG ആണെങ്കിൽ അവർക്കൊരു കുതിരപ്പാവം കൊടുക്കണം. ഇനി അതല്ലെങ്കിൽ ഇത് നല്ലൊരു CG അല്ലാത്ത കുട്ടിയാണ്. അങ്ങനെ ഭാര്യയുടെ കാമുകന്റെ കൊച്ചിനെ സ്വന്തം കൊച്ചിനെ പോലെ വളർത്തുകയാണ് നായകൻ. അങ്ങനെ ഇരിക്കെ ഇതെല്ലാം കണ്ട് കൊണം വന്ന നായകന്റെ കൂട്ടുകാരൻ, ഈ സത്യങ്ങളെല്ലാം അറിയുന്നവൻ, അവൻ നേരെ പോയി നായകയോട് പറയുകയാണ്, നിനക്കൊന്നും നാണോ ഇല്ലടി? ഒരുത്തനെ വെറും പട്ടിയെ പോലെ, ഒരുത്തനെ വെറും ക്ലൗണിനെ പോലെ, ഒരുത്തനെ വെറും എന്തോ പോലെ കൊണ്ടു നടക്കാനൊക്കെ ഇതൊക്കെ വളരെ മോശമായ ഒരു കാര്യമല്ലേ എന്ന് പറയുന്നതും, അവൻ ഇവളെ ഇഷ്ടമായിരുന്നിട്ടും ആ ഇഷ്ടം മറച്ചു വെച്ചാണ് അവൾ ഇവൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തതെന്ന് തിരിച്ചറിയുന്ന അവൾ കൊച്ചിന് 10 മാസമായി അത് മുട്ടിലേഴാറായപ്പം അവന്റെ അടുത്ത് പോയി ചോദിക്കുകയാണ്, ഇതെല്ലാം നീ എനിക്ക് വേണ്ടി എന്തിനു ചെയ്തു എന്നാ? தேவ்தாஸ் சார், நீங்க ஏன் இவ்வளவு எனக்கு பண்றீங்க? പിന്നെ ഇത്രയും നാള് നിന്റെ വാലി പഴം വരുന്നടി അങ്ങനെ ഒരുത്തി. എന്തായാലും കാര്യങ്ങൾ ഇത്രയൊക്കെ ആയില്ലേ, എന്റെ ഭർത്താവിന് നല്ലൊരു ഭാര്യയെ കണ്ടെത്തി കൊടുക്കാൻ ഞാനിതാ ഇവിടെ വെച്ചങ്ങ് പ്രതിജ്ഞ എടുക്കുകയാണെന്ന്. ഇത് എന്താണത്? നിങ്ങൾ രാഹുൽ പശുപാലന്റെ കുടുംബവും ചെലവ് മാത്രമേ ഉള്ളൂ, വരവില്ല എന്ന് പറയുന്ന പോലെ ഭാര്യ ഭർത്താവിന് മറ്റൊരു ഭാര്യയെ കണ്ടെത്തുന്നു. ഇനി നമ്മൾ സിനിമയ്ക്ക് അപ്പുറം നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ, സിനിമയ്ക്ക് അപ്പുറം നിന്ന് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ, 2 വ്യക്തികൾ തമ്മിലുള്ള പ്രണയവും പ്രേമവും മാത്രമായി ഈ സിനിമയെ കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനും കൺവെൻഷണൽ മാരേജിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ 2 വ്യക്തികളായിട്ട് മാത്രം ഇതിലെ നായകനെയും ഇതിലെ കഥാപാത്രങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ നമുക്കത് ശരിയായി തോന്നിയേക്കാം. സിനിമയിൽ തന്നെ പല സ്ഥലങ്ങളിലും ഇതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഡയലോഗ്സ് ഉണ്ട്. ഒരു ഉദാഹരണത്തിന്, மச்சான் இந்த 2025ல கூட ஒரு பொண்ணு அவன் லவ் பண்ற பையனை கட்டினா வெட்டுவேன்னு சொல்ற அவங்க அப்பனும் அதை அலோவ் பண்ற இந்த சொசைட்டியும் தான்டா வல்கரு. நான் இல்லை. കാര്യങ്ങളൊക്കെ ഇത്തടം വരെ എത്തിയ സ്ഥിതിക്ക് നായിക ഒരു ഡിവോഴ്സ് നോട്ടീസ് അയക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ നായികയുടെ അച്ഛനായ ശരത് കുമാർ കാണുകയാണ്. പുള്ളി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയാണ്. ഈ നടക്കുന്നതൊക്കെ വെറും നാടകമാണ്, ഇവരുടെ കല്യാണമൊക്കെ വെറും ഫേക്ക് ആണെന്ന് മനസ്സിലാക്കി ആകെ കലിപ്പ് പോയിട്ടിരിക്കുകയാണ്. പുള്ളിയുടെ സഹോദരിനെ കൊന്നത് ശരത് കുമാറാണ്. അതായത് നായകന്റെ അമ്മ ഒരു സഹോദരി, വേറൊരു സഹോദരി ഉണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് ജാതിയിൽ കുറഞ്ഞ ഒരുത്തിനോട് ഒരു പ്രേമബന്ധം ഉണ്ടായത് കാരണം പുള്ളിക്കാരൻ അവളെ കിണച്ചു തള്ളിട്ടാൻ കൊന്നുകളഞ്ഞു. വളരെ ചെറിയൊരു കാര്യം. അന്തമാതിരി ജാതി വെറി പിടിച്ച ഒരുത്തനായിട്ടാണ് ശരത് കുമാറിനെ ഈ സിനിമയിൽ കാണിക്കുന്നത്. നായക ഇതെല്ലാം ചെന്ന് അച്ഛനോട് പറയുമ്പോൾ പുള്ളിക്കാരി എല്ലാം പറയും, പൈസ ഇല്ലെങ്കിൽ വേണ്ട, ജോലി ഇല്ലെങ്കിൽ വേണ്ട, പക്ഷെ ജാതി നമ്മുടെ ആയിരിക്കണം, ജാതി വേറെ ആയ അത് ഇവിടെ എടുക്കൂല. എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയ ശരത് കുമാർ എന്ത് ചെയ്യുമെന്നോ അവളുടെ കൊച്ചിനെ എടുത്തുകൊണ്ട് ആളില്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് അതിനെ കൊല്ലാൻ നോക്ക് വെടിവെച്ച്. അപ്പൊ തന്നെ പുള്ളിക്ക് എന്ത് ചെയ്യും, ഒരു അറ്റാക്ക് വന്ന് അവിടെ തലയിറങ്ങി വീഴും. എന്നിട്ട് കണ്ണൂർ നോക്കുമ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കണം. ഇനി എങ്ങനെയാണ് ഇയാൾ രക്ഷപ്പെട്ടെന്നല്ലേ? അതാ കൊച്ചില്ലേ, കൊച്ചി ഇയാളെ കിടക്കണ കണ്ട് മനസ്സലിഞ്ഞ് മുട്ടിലിഴഞ്ഞ് ഇറങ്ങിപ്പോയി ഹൈവേയുടെ നടുക്കേറി നിൽക്കുമ്പോൾ കുറെ ലോറിക്കാരെ അപ്പോൾ തന്നെ വണ്ടി ചവിട്ടി നിർത്തി ഈ കൊച്ചിനെ എടുത്ത് ഇയാളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും അത്ര. ഇങ്ങനെയാണ് കഥ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത് സിനിമയ്ക്കകത്ത്. ഇത് പിന്നെ ബുദ്ധിയില്ലാത്ത ശരത് കുമാറും ഈ സിനിമയിലുള്ള കുറെ പേരും ഇതങ്ങ് വിശ്വസിക്കും. ശരത് കുമാറിനെ ട്രാക്ക് ചെയ്ത് വന്ന് നമ്മുടെ നായകനാണ് അത്രേ അയാളെ രക്ഷിക്കുന്നത് കൃത്യസമയത്ത് വന്ന്. എന്നിട്ട് അതിന്റെ ക്രെഡിറ്റ് ആ കൊച്ചിനെ കൊടുക്കും. അല്ലവനായ ഉണ്ണി, ഇത്രയും നന്മയുള്ളവൻ യേശു മാത്രമുള്ളായിരുന്നു. അങ്ങനെയാണെങ്കിൽ യൂദാസ് ഒറ്റയും കൊടുത്തു. അങ്ങനെ ഒരുവിധം നമ്മുടെ നായകൻ നായികയും അവളുടെ അച്ഛനെയും അവളെ കൊച്ചിനെയും അവളെ കാമുകനെയും ചേർത്ത് വെക്കുകയാണ്. എന്നിട്ട് പുള്ളി സൈഡിലോട്ട് മാറി നിന്ന് സാഡ് ബീജം വിട്ട് അവരെങ്ങനെ നോക്കും. ഒടുവിൽ നായകൻ ഒരു പെണ്ണ് സെറ്റ് ആവുന്നത് കൂടെ കാണിച്ചാണ് സിനിമ അതിന്റെ അന്ത്യശ്വാസം വലിക്കുന്നത് ഗൈസ്. സോ ഗൈസ്, ഇതൊരു റോസ്റ്റ് അല്ല. എനിക്ക് ഈ സിനിമയെ പറ്റി എൻ്റെ അഭിപ്രായമാണ് ഈ സിനിമയെ പറ്റിയുള്ള. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് ആൻ അനാലിസിസ്. ഞാൻ ഈ സിനിമയെ പറ്റി എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് റിവ്യൂ പോലെ എത്തിച്ചു എന്ന് മാത്രമാണുള്ളത്. സോ ഇതിനൊരു റോസ്റ്റായി കാണണ്ട. ഇത് റോസ്റ്റ് എന്നുള്ള രീതിയിലും ഞാനൊന്നും ചേർത്തിട്ടുമില്ല. ദിസ് ഇസ് നോട്ട് എ റോസ്റ്റ്. ഓൾ റൈറ്റ് ഗൈസ്, നിങ്ങൾക്ക് ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഈ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് ഇത് ദഹിച്ചോ ഇല്ലയോ, ഈ സിനിമയെ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ഇതിന്റെ ട്വിസ്റ്റ്, ഇതിന്റെ പ്ലോട്ട്, ഇതിൽ നടന്ന സംഭവ ബഹുലമായ കാര്യങ്ങളെ പറ്റിയൊക്കെ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തൂ. നമുക്ക് അടുത്ത ഒരു നല്ല റോസ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ശരി ഗൈസ്, നമ്മൾ ഇനിയും കാണും. ഏത് താങ്ക്സ്, ലവ് യു.